കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഭാഗത്തു കൂടിയാണ് എൻ്റെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എങ്ങോട്ടാണ് പോണതെന്ന് പറയാം കേട്ടോ. ഇവിടെ അടുത്ത് ഒരു വിശ്വജ്ഞാന മന്ദിരമുണ്ട്. ആ മന്ദിരത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും കൂട്ടിയിട്ട് പോകുന്നത്. വിശ്വജ്ഞാന മന്ദിരം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായോ, ഏതാപ്പോൾ ആ മന്ദിരം എന്ന്? പിന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു വാക്ക് ഞാൻ പറയാം. കോഴിക്കോട്ടെ ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയല്ലോ. ആ ലോട്ടസ് ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. യഥാർത്ഥ ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ഡൽഹിയിലല്ലേ? ബഹായ് വിശ്വാസികളുടെ ടെമ്പിള്. അവിടെ ഞാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇവിടെയുള്ളത് ശാന്തിഗിരി ആശ്രമവുമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു മന്ദിരമാണ്. ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരത്താണല്ലോ. അവിടെ ലോട്ടസിൻ്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടമുണ്ട്. ഇവിടെയുള്ള ഈ ഒരു പ്രാർത്ഥനാ ഹാള് ലോട്ടസിൻ്റെ ആകൃതിയിലാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. വണ്ടി ഇപ്പോൾ ആശ്രമം കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഒരു കുന്നിന് മുകളിലാണ് ഈ മന്ദിരം ഉള്ളത്. ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് വരണം. കോഴിക്കോട് നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം ഉണ്ടാകും ഇങ്ങോട്ട്. നമ്മൾ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ലോട്ടസ് ടെമ്പിൾ കാണാൻ ഞാനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. ഇതാ നമ്മൾ എത്തിപ്പോയി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാണ്. വാവ്, ഇതാണ് ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മന്ദിരം. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. കുറച്ച് അപ്പുറത്ത് പോയിട്ട് ശരിക്കും കാണാം. സ്റ്റെപ്സൊക്കെ കയറി പോകണം. 3 നിലകളുണ്ടല്ലോ. വിടരുന്ന താമരപ്പൂ പോലെ തോന്നുന്നുണ്ടോ? ഉച്ച സമയമാണ് കേട്ടോ, അതുകൊണ്ടാണാവോ ഇവിടെയൊന്നും അധികം ആളുകളെ കാണുന്നില്ല. എല്ലാവരും കാല് കഴുകുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് കാൽ കഴുകി ശുദ്ധമാക്കിയിട്ട് വേണം മുകളിലേക്ക് പോവാൻ. അങ്ങനെ ഞാനും ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് കാല് കഴുകി ഇങ്ങനെ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ചൂടുണ്ടെങ്കിലും നമുക്ക് കാല് പൊള്ളാതെ കയറി പോകാൻ പറ്റും. കയറി വന്നപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. താഴത്തെ നില വലിയൊരു ഹാളാണ്, ഒരു പ്രയർ ഹാള്. പിന്നെ ഈ മുറ്റത്തൊക്കെ മണൽ വിരിച്ചിട്ടുണ്ട്. ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ, ചുറ്റും കുന്നുകളും, നല്ല വ്യൂ. പിന്നെ ഇവിടെ മറ്റൊരു ബോർഡും കൂടി ഞാൻ കണ്ടു. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ പറ്റും തോന്നുന്നില്ല. പുറത്തുനിന്ന് എന്തായാലും എടുക്കാം നമുക്ക്. ഇനി എന്തായാലും ഉള്ളിലൊക്കെ കയറി നോക്കാം. ഈ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സൈഡ് വ്യൂ ഞാൻ എടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് കാണുന്ന മലകളൊക്കെ കാണുന്നില്ലേ? ഉള്ളിലും നമ്മളിങ്ങനെ നിൽക്കുക, പുറത്തുള്ള ഈ മലകളും ഒക്കെ കാണുകയും ചെയ്യുക. പുറത്തിറങ്ങിയിട്ടും നമുക്കിതൊക്കെ കാണാം കേട്ടോ. വെയിലൊന്ന് കുറയട്ടെ. ഈ ഹാളിലിരുന്നിട്ട് ആർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയ്ക്കൊക്കെ നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാം. ഇത്രയും ശാന്തസുന്ദരമായ ഒരു പ്രദേശത്തെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഈ ഹാളിലേക്ക് കയറിയിട്ട് ഒരു തവണ ഹാളിലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു വന്നപ്പോഴേക്കും ഇവിടുത്തെ ഒരു പ്രധാനി ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞു. ശേഷം അദ്ദേഹം ഈ മന്ദിരത്തെക്കുറിച്ചും ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ചത് നവജ്യോതി കരുണാകര ഗുരുവാണല്ലോ. ഗുരു ഉപയോഗിച്ച കുറേ സാധനങ്ങൾ പ്രദർശിപ്പിച്ച ഒരു മ്യൂസിയം ഇതിൻ്റെ മുകളിലത്തെ നിലയിലുണ്ട്. താഴെ ഈ ഹാളിൽ ഗുരുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് എന്നാണ് പറയുന്നത്. ദിവസവും 3 നേരം ആണ് ഇവിടുത്തെ ആരാധന ഉള്ളത്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഞായറാഴ്ച ഫുൾ ഡേ തുറന്നിരിക്കും. പൗർണമി ദിവസവും ഫുൾ ഡേ തുറന്നിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് പറഞ്ഞത്. താമരയുടെ ആകൃതിയിൽ 3 നിലകളുള്ള ഒരു മന്ദിരമാണിത്. ഇതിൽ 3 നിലകളിലും കൂടിയായിട്ട് 36 ലോട്ടസ് പെറ്റൽസ്, 36 താമര ഇതളുകളുണ്ട് ഇതിൽ. പിന്നെ ഈ ഹാളിലാണെങ്കിൽ 34 പില്ലേഴ്സും ഉണ്ട്.
2023 ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതാ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു വലിയ ഹാളും പിന്നെ ആ നടുക്കുള്ള ആ പ്രതിഷ്ഠയും അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹാളിൽ തറ മുഴുവൻ മാർബിൾ പാകിയിട്ടുള്ളതാണ്. തൂണുകളൊന്നും അങ്ങനെ മാർബിൾ അല്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു മാർബിൾ മന്ദിരമാണ് എന്ന് പറയാൻ വയ്യ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. അപാര ഭംഗിയാണ് കേട്ടോ ആ വ്യൂ. കണ്ടോ, ഇതൊരു മലയുടെ മുകളിൽ, പിന്നെ ചുറ്റും ഇങ്ങനെ മലകളാണ്. ഇവിടെ വരികയാണെങ്കിൽ വൈകുന്നേരം വരണം. വൈകുന്നേരം വന്നിട്ട് ഈ ഒരു പ്രദേശവും ഇതിൻ്റെ ചുറ്റുമുള്ള ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ ഈ ഒരു മന്ദിരത്തിന് വേറെ ഒരു ഭംഗിയാണ്. ഞാനിത് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്രയും പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് മുൻകൂട്ടി തീരുമാനിച്ച് അങ്ങനെ വന്നതല്ല, പെട്ടെന്നുണ്ടായൊരു വരവാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സമയമൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് വരിക. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു ഇവിടെയുള്ള ഒരാൾ, ഗുരുവിൻ്റെ ദർശനങ്ങളും പിന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ ഓരോ പോക്കും ഗുരുവിൻ്റെ പാത പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇവിടെ നിന്നെടുത്തു. കുറച്ച് സമയം ഞങ്ങളതൊക്കെ കേട്ടിരുന്നു. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ അപാര ഭംഗിയാണ്. നോക്കൊണ്ടു, ഇതാ കണ്ടോ, ചുറ്റുമുണ്ട് ഈ മലകളുടെ ഭംഗി കാണുന്നു. നല്ല സുഖമുണ്ട്, തണുത്ത കാറ്റുമുണ്ട്, ചൂടറിയുന്നില്ല. ഉള്ളിലിരിക്കാനും നല്ല സുഖമായിരുന്നു. ഉള്ളിൽ പിന്നെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വൈകുന്നേരമാണ് ഇവിടെ ഇരിക്കേണ്ടത്. ഇപ്പോൾ ഒരു 3 മണിയായിട്ടേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൺസെറ്റ് നല്ല ഭംഗിയായിരിക്കും, അപാര ഭംഗിയായിരിക്കും സൺസെറ്റ്. ഞങ്ങൾ അത്രയും സമയം ഇവിടെ ഇരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഗുരു കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് ഊന്നി പറഞ്ഞത്. ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കോഴിക്കോട് കടപ്പുറമൊക്കെ കാണും എന്നാണ് പറയുന്നത്. ബീച്ച് ഇവിടുന്ന് കാണും. ഏത് സൈഡാണെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു സമയം അതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല ഇവിടുന്ന് നോക്കുമ്പോൾ. ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്ലാവുമിൽ, നിറയെ ചക്ക ഉണ്ട്, കുറേ കാണാനുണ്ട്. ഇതോ എല്ലാം ഇടിച്ചക്ക പരുവത്തിലാണ്. വാട്ടർ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. ആഹാ, നല്ല കൊമ്പുകളൊക്കെ കോതിയിട്ട് പടർന്നുണ്ടായിട്ടുള്ളൊരു പ്ലാവാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഗുരുവാണി നമുക്ക് കാണാം. നവജ്യോതി കരുണാകര ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇവിടെ പലയിടത്തുമായിട്ട് ഇങ്ങനെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അർത്ഥവത്തായ വചനങ്ങളാണ്. ചെടികളും പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. എന്ത് ഭംഗിയല്ലേ. ചിരിച്ചു കാണിച്ച് വരുന്നോ ഞങ്ങളുടെ കൂടെ വരുന്നോ? പോവാണ് കേട്ടാ. ടാറ്റാ ടാറ്റാ. അപ്പോൾ ഞങ്ങളുടെ ലോട്ടസ് ടെമ്പിളിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ 2 കൗണ്ടറുകൾ കാണാനുണ്ട്. പുഷ്പാഞ്ജലി കൗണ്ടറും സമർപ്പണം കൗണ്ടറും. ഇവിടെ കയറിയിട്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി. ഈ ആശ്രമത്തോട് ചേർന്ന് ഒരു ഡയറി ഫാമും ടൈലറിങ് യൂണിറ്റും ഉണ്ട് എന്നറിഞ്ഞിരുന്നു. ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളുടെ മൽഹാർ ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ലോട്ടസ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന വിശ്വജ്ഞാന മന്ദിരത്തിലെ സന്ദർശനമൊക്കെ ഞങ്ങളുടെ തീർന്നു. ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ട് മടങ്ങുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.